ഗൈസ്, നമ്മളെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് നമ്മുടെ വേറൊരു പുതിയൊരു വ്ളോഗർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് പുതിയ വ്ളോഗർ. ആള് കുറെ നേരമായിട്ട് ചേച്ചിയാണ് ഇന്നത്തെ മെയിൻ കുക്ക് കേട്ടോ. ഇന്നത്തെ മെയിൻ ഷെഫ് അമ്മുവാണ്. അപ്പൊ അമ്മ എന്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി ഒരു പുതിയ വ്ളോഗർ ഇറങ്ങിയിരിക്കണത്. എവിടുന്ന് വന്ന വ്ളോഗറാണ്? ഇതിന്റെ ഇടയിൽ കൂടെ കുറച്ച് വ്ളോഗുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇടയിൽ കൂടെ ഇങ്ങനെ വ്ളോഗ് ഉണ്ട്. ഇതിപ്പോ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിന്റെ മുന്നേ വരെ വ്ളോഗ് ഉണ്ട്. ഇനിയിപ്പോ കാത്തിക്കുക അടുത്ത വ്ളോഗ് വരുന്നത്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ കൊറേ സാധനങ്ങളൊക്കെ ഇപ്പൊ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതെന്താണ്? ഐസ്ബർഗോ? അതൊരു സ്ഥലല്ലേ? ഇതൊരു ഇലയാണ്. ഐസ്ബർഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇലയാണ്. ഇവിടെ ക്യാരറ്റ് മുറിച്ചിട്ടിരിക്കുന്നത്. ക്യാരറ്റിന് എണ്ണ ഇങ്ങനെ കുറയുന്നുണ്ടോ? ഇത് അടുത്തിരിക്കുന്നതിനെ കൊണ്ട് എനിക്ക് എണ്ണ കുറയുന്നുണ്ടോ എന്നൊരു സംശയം. സാധാരണ ഇവിടെ അച്ഛനാണ് നമുക്ക് കുക്ക് ചെയ്യല്. അച്ഛൻ ഇപ്പൊ നല്ല ഉറക്കാണ്. അച്ഛൻ നമുക്ക് ഇന്ന് റെസ്റ്റ് കൊടുത്താണ് അല്ലേ അമ്മ? ഇന്നത്തെ ഫുൾ പരിപാടി അമ്മുന്റെ ആണ്. ഇന്നിപ്പോ എന്തൊക്കെയാ ഉണ്ടാക്കിയാൽ നമുക്ക് ഇന്ന് കാണാം. ഫോണൊന്ന് മാറ്റിക്കണ്ടേ. ഹലോ ഗൈസ്, നമ്മൾ ഇതെന്താണ് അമ്മു? ഈ ഡിഷിന്റെ പേരെന്താ? സാലഡാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതെന്താ വിങ്സ് ആണോ? ബ്രസ്റ്റ് പീസ് ആണ് ഗൈസ്. ചിക്കൻ ബ്രസ്റ്റും പൊട്ടറ്റോയും സ്പഗറ്റിയും. അമ്മ പറയണ സ്പഗറ്റി അല്ല, സേമിയോ ആണെന്നാണ് അമ്മ പറയുന്നത്. പായസം ഉണ്ടാക്കാൻ. ഇതിന്റെ അതിപ്പോ എന്താ വെച്ച് പാസ്ത. ഓക്കെ ഗൈസ്, അപ്പൊ അയ്യോ ഫുള്ള് ക്യാമറ നമുക്ക് അങ്ങോട്ട് പോയപ്പോ ഇതായി. അപ്പൊ നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നില്ല? ബാക്കി വ്ളോഗ് അത് ഏകദേശം ബന്ധുക്കണ്. വ്ളോഗ് ചെയ് പോ ചെയ്. അതെ, അപ്പൊ തുടങ്ങും നമ്മളെ വ്ളോഗറിന്റെ ഒരു വ്ളോഗിങ് കാണാന്ന്. ഓക്കെ, നമ്മുടെ ചിക്കൻ ടൊമാറ്റോ അല്ല പൊട്ടറ്റോ പിന്നെ സേമിയ, അത് മൂന്നും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഇടണം നമ്മ പറഞ്ഞു കൊടുത്താ. പാസ്ത ഇവിടെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വേറെ എന്താ പറയുക ഇലയുണ്ട്. ഇല അതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഐസ്ബർഗ് എന്ന സ്ഥലത്തിന്റെ പേരാണ് അതിന്. പിന്നെന്താ ക്യാരറ്റ് ചിക്കാ മുറിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് പിന്നെ എണ്ണം കുറഞ്ഞല്ലോ. ക്യാരറ്റ് എണ്ണം പറഞ്ഞത് ഉപ്പിട്ട് വെച്ചാല് ക്യാരറ്റ് നല്ല ചെരുപ്പാടെ ഞങ്ങളായിട്ട് ചെരുതാ. ചെരുപ്പിന്റെ കള്ളനെ കിട്ടീണച്ചാ. ഇതവിടെ ഇട്ടിക്കണ്. വ്ളോഗർ ഇട്ടിക്കണച്ചാ. ഇത് അച്ഛൻ എണീച്ച് വന്നിക്കണ്. അപ്പൊ എന്തായിന്നോ വിശന്നിട്ടാണെന്ന് തോന്നണ എണീച്ച് വന്നിക്കണ്. ഇപ്പൊ വ്ളോഗറാണ് അച്ഛനെ ചെരുപ്പ് എടുത്ത്. അതിനെന്തോ പറയണ്ടച്ചാ? വെളുത്തുള്ളി പൊളിക്കണ വ്ളോഗ് എടുത്ത ഒറ്റ കൈ കൊണ്ട് വ്ളോഗ് എടുക്കുന്ന ഒറ്റ കൈ കൊണ്ട് മൾട്ടി ടാസ്കിങ് ആണല്ലോ. വാട്ട് ആർ യു ടോക്കിംഗ്? മനസ്സിലായില്ല. പറഞ്ഞൂടെ എന്താ പ്രശ്നം? വാട്ട് യു മീൻ? എന്താ ഉദ്ദേശിച്ചത്? ഓ അങ്ങനെ, നീ ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ ഓക്കെ, ചെയ്തോട് ഉള്ളി തോലി ഒളിക്ക്. വ്ളോഗിങ് കുറച്ച് ഇപ്പത്തേക്ക് വ്ളോഗിങ് വേണമെന്നില്ല കേട്ടോ. ഇപ്പൊ എന്താ പണിയെടുത്തോളൂ. അതാ അപ്പൊ ചേച്ചി എന്നെ വ്ളോഗ് എടുക്കാൻ അമ്മ ഒരു വളർന്നു വരുന്ന വ്ളോഗർ ആയിക്കൊണ്ട് അമ്മ വെറുതെ വിട്ട്. എന്നിട്ട് അമ്മ തന്നെ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ വ്ളോഗർ നിർത്തിയോ? വാട്ട് വ്ളോഗർ? പുതിയൊരു സാധനം വരുമ്പോഴാണ് അടുത്ത വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് അമ്മ പറയുന്നത്. ഓക്കെ, ആണ്. ഇതെന്താണ് സാധനം? എന്താണ് ഇത്? നമുക്ക് ഒന്ന് ക്രീമാണ് അല്ലമ്മോ? യെസ്, ക്രീം.
ഇതിട്ട് കഴിഞ്ഞു. ഓ മൈ ഗോഡ്, ഇതൊക്കെ എന്താ അമ്മ? ഈ ഫ്രെയിമിൽ എന്തായി കിടക്കുന്ന അമ്മ? ഫ്രെയിമിൽ എന്തായി കിടക്കുന്നേ? ഫ്രെയിം ക്ലിയർ ചെയ്ത് എന്ത് ബ്ലോഗറാ അത്? ബ്ലോഗർ ആദ്യം ചെയ്യേണ്ട കടമ ഫ്രെയിം ക്ലിയർ ചെയ്യണം. ഇതൊന്നും കമത്തിട്ട് അമ്മേ, കമത്തിട്ട്. ബ്ലോഗറിന് ഒരു വസ്തുവിന് പറ്റൂലല്ലോ. ഗായ്സ് നമുക്ക് അയ്യോ കരിഞ്ഞല്ലോ ദൈവമേ. അത് പാർട്ടാണെന്നാണ് ചേച്ചിയുടെ വാദം. കരിഞ്ഞില്ല, കരിഞ്ഞോ ഞാൻ പോവേയില്ലേ? ആ ഇനിയിപ്പൊ അങ്ങനെ അറിയാലോ. ചാർക്കോൾ ചിക്കൻ ആണെന്നാണ് പറയുന്നത്. കരിഞ്ഞിക്കണ സൈഡ് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞപ്പോ ഇവൻ പറയാണ് ഇത് മിന്റിന്റെ മിഠായിയാണ്, മിന്റിന്റെ മിഠായിയാണ്, ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ. ഇതെന്തായിരിക്കും? അത് ബട്ടർ ഉള്ളതിലെടുത്തിട്ട് അച്ഛൻ വന്ന് നോക്കണ്ട്. ഇതാണ് ഫുഡ് ടെസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ബ്ലോഗർ എന്താ ഇവിടെ? ബ്ലോഗർ പോയി മണിയെടുത്ത ഒക്കെ അമ്മുവിന്റെ വകയാണ്. ഇന്നൊന്നും ആരും വേറെ ഒന്നും ഒരു പരിപാടി നോക്കണ്ടല്ലോ അമ്മ. ഒരു അഭിപ്രായം പറയണത്. ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ചെയ്യുന്നത് വെളുത്തുള്ളി അരിയുകയാണ്. ഇനി ഒക്കെ വ്ളോഗ് എടുത്തേക്കില്ലേ? ആ വീട്ടിൽ പോയിട്ട് നോക്കിട്ടുണ്ടാക്കുക കേട്ടോ. ആ കുനുകുന. ആ അങ്ങനെ വീണ്ടും അച്ഛന് പണി വന്നിരിക്കുന്നു. അച്ഛന് നൈസായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയേനി. ഇവിടെ ഉറങ്ങിയാൽ മതി എന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. ഈ സ്പഗട്ടിന്റെ ഇടയിൽ കൂടെ എന്തിനാ ഇട്ടത്? ആ സാധനം അതിൽ 2-3 അല്ലി ബാക്കി ഉണ്ടായിന് ഇവിടെ. അത് തീർക്കാൻ വേണ്ടിട്ട് നൈസായിട്ട് അതിന്റെ അകത്ത് എടുത്തിട്ട് കൊള്ളാടാ കൊള്ളാം. അപ്പൊ ഓ സ്വന്തം വ്ളോഗ് കണ്ട് ഉന്മാദമണയുന്ന വിനമ്മായി ഒരു വലിയ പ്ലേറ്റ് എടുത്തോ. കുനുകുന അരിയുന്ന വെളുത്തുള്ളി. ഹേമേട്ടൻ ഒരു വ്ളോഗറാണ്. വ്ളോഗർ മാത്രല്ല ഫോട്ടോഗ്രാഫർ ആണ് അല്ലേ അമ്മ? ഹേമേട്ടൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇതാ ഗൈസ് നമ്മുടെ ഇതിങ്ങോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാ സൂപ്പർ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് ഇത്ര ആയാ മതി. അവ ചെസ് പീസ് വേവണമെന്നില്ല. വെന്തുക്കണോ? വെന്തുക്കണോന്നൊക്കെയാണ് പറയുന്നത്. ആ വെളുത്തുള്ളി റെഡി ആക്കിണ്ടമ്മോ. കുനുകുന അരിഞ്ഞ വെളുത്തുള്ളി അതേടാ ഇടണ്ട്. ഇത് അമ്മു ഫുള്ള് ഭയങ്കര ഹെവി. ഇവിടെ വന്നതിന് ശേഷം അമ്മു ഭയങ്കര കുക്കായിക്കണ് ഇപ്പൊ. പണ്ട് ഇതൊന്നും ഒരു കോഴിമുട്ട പോലും പൊരിക്കാറിയാതെ ആയിരുന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അമ്മു മാറി. ബ്ലോഗർ വാട്ട്? നിങ്ങളെന്താ വ്ളോഗ് ചെയ്യാത്തത്? ഇടയ്ക്കിടയ്ക്ക് മറന്നുണ്ടോ അത്? ആ ബട്ടർ ഇട്ടു ഗൈസ്. ഇതെന്തില്ലേ? ഇതിപ്പോ എന്താ ഉണ്ടാക്കാൻ പോണേ? എന്താ സംഭവം? എന്താ വരും? എന്തോ ഒരു സ്പെഷ്യൽ സാധനമാണ് അമ്മുവിന്റെ വരാൻ പോണത്. അപ്പൊ ബട്ടറിന്റെ മുകളിൽ കൂടെ കുറച്ച് നമ്മൾ വെളുത്തുള്ളി എടുത്തിടുന്നു. വീണ്ടും കുറച്ച് വെളുത്തുള്ളി കുടയുന്നു. ഓ വീണ്ടും ബ്ലോഗറിന്റെ വ്ളോഗ് നമുക്ക് കാണാം. ഓക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. വെളുത്തുള്ളി കല്യാണം കഴിക്കണ്ടില്ലായിരുന്നു. അടുത്തായി കുറച്ച് മൈദപ്പൊടി. മൈദ തന്നെയല്ലേ ഇതുമോ? യെസ്, നമ്മൾ കുറച്ച് മൈദപ്പൊടി അതിന് ശേഷം നമ്മൾ ഇടണം. എന്നിട്ട് വെളുത്തുള്ളി പ്ലസ് ബട്ടർ പ്ലസ് മൈദ. എനിക്ക് മനസ്സിലായി, താങ്കൾ ഉണ്ടാക്കുന്നത് പാസ്ത അല്ലേ? മനസ്സിലായി. ഇനിയോ ഇനി ഉണ്ടാക്കുന്ന ഈ സാധാ ഉള്ളിത്തോരനും പച്ചക്കറി ആ പരിപാടി അല്ലത് കേട്ടോ. അതിലൊക്കെ ചേർക്കും കേട്ടോ. എനിക്കിവിടെ റോളില്ല. ഈ വ്ളോഗ് ചെയ്താൽ മതി. പൊയ്ക്കോ, എനിക്കിത് അറിയുന്ന പരിപാടിയല്ല. വിനു സൈഡായി. വിനു സൈഡായ ഒരു പ്രശ്നമുണ്ട്. ക്യാരറ്റിന് എണ്ണ ഇങ്ങനെ കൊല്ലും. അപ്പൊ നമ്മൾ എന്തോന്ന് ആ പാസ്ത അതിന്റെ അകത്ത് ഇട്ടിട്ട് വിളിക്കണ്ടേ? ഈ ഗായ്സ് അതിന്റെ അകത്ത് ഈ പാസ്ത ഇട്ട്
അപ്പൊ ആദ്യം നമ്മള് ബട്ടർ ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, മൈദപ്പൊടി ഇട്ടു, പിന്നെ പാസ്ത നമ്മൾ അതിന്റെ അകത്തേക്ക് ഇട്ടു ഗൈസ്. അടുത്തതായി നമ്മൾ എന്തിടും? ക്രീം ഒഴിക്കും. കണ്ടോ, എനിക്കറിയാം. വിനുവിനൊന്നും അറിയില്ല, വിനു വെറുതെ ഇവിടെ ഇരുന്ന് ഫോൺ കളിക്കാം. അപ്പൊ ഇത് രണ്ട് ഡിഷാണോ അമ്മോ, അല്ലെങ്കിൽ ഇത് അതിന്റെ അകത്തേക്ക് ഇടുവോ? രണ്ടും ഒരു ഡിഷാ ഗൈസ്? ഇത് രണ്ടും കൂടി ഒരു ഡിഷാന്നാണ് അമ്മ പറയുന്നത്. അതായത് ഈ സംഭവം നേരെ പിടിച്ച് ഇതിന്റെ അകത്തേക്ക് കൊണ്ടിടും ഇല്ലേ അമ്മ? യെസ്. അപ്പൊ നമ്മുടെ വ്ളോഗ് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വ്ളോഗ് ഇപ്പൊ എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് ആയി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ അത്രയും മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ജോബാണ് ഓരോരുത്തരും ചെയ്യുന്നത്. അതൊന്ന് തുറന്നിടാൻ വേണ്ടി പറയുന്നത്. മൊത്തം എന്താ, റൂം മൊത്തം ഇപ്പൊ പുക പിടിച്ചിക്കണ്. പുക പിടിച്ച അവിടെ സൈറൻ അടിയില്ല അമ്മോ? നിങ്ങളായിട്ട് പ്രശ്നമുണ്ട് ഈ റൂമിന്. കുറച്ച് കുരുമുളക് ഇടുന്നു. കുരുമുളക് ഇട്ടു. വിനോനി അതപ്പോ തുറന്ന് പുറത്തുള്ള കാഴ്ചകൾ ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. മാറിക്കുഞ്ഞോ, പുറത്ത് നല്ല നീല സ്കൈ ആണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴ പെയ്ത അവിടെ ഭയങ്കര തണുപ്പാണ്. അങ്ങനെ നമ്മൾ അടുത്തതായി ഇപ്പൊ എന്താ ചെയ്തോ ഈ ഞാൻ പോയ സമയത്ത് അവിടെ പാസ്ത ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ ഉച്ചക്കത്തെ പുട്ടും ഉണ്ട്, രാവിലത്തെ പുട്ടും അത് കഴിച്ചോളണം. അപ്പൊ ഇതാരായിരിക്കും അത്? ആ പുട്ടും ഇതും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കൂലമ്മ അല്ലേ? ഞാൻ അപ്പളേ പറഞ്ഞ നേരത്തെ കഴിക്കാറുണ്ട്. അപ്പൊ എന്നോട് അമ്മ ഡിമാൻഡ് ഇട്ട് അതാ ക്രീം ഒഴിച്ചത് മിസ്സായില്ലേ? ക്രീം ഒഴിക്കുന്ന എനിക്ക് വേണ്ടി പിന്നെ ഒഴിച്ച് ഇനി നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്യുക. വളരെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം. ഇതാ ഒരാളുടെ നാവിൽ കപ്പൽ ഊറുന്നു. അയ്യേ, ഒരു മൈൻഡില്ലല്ലോ. കുറ്റം പറയാ നോക്കിക്ക. അങ്ങനെ നമ്മളോട് ഈ പ്ലേറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഈ പ്ലേറ്റ് നമ്മൾ കൊടുക്കുന്നു. ഈ പ്ലേറ്റ് നമ്മൾ സാധനങ്ങൾ മൊത്തം ഇതിൻ്റെ അകത്ത് എടുത്തിരുന്നു. ഇപ്പൊ ചെസ്റ്റ് പീസുകളൊക്കെ നമ്മൾ തുരുതുരാ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടു. കുറെ കരിഞ്ഞ പീസും അതൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ എന്നാലും അതൊന്നും അറിയിക്കാത്ത രീതിയിൽ അമ്മ ക്രീം ഒഴിച്ച് വെള്ള കളർ ആയതുകൊണ്ട് അതൊന്നും അറിയൂല എന്നാണ് അമ്മ പറയുന്നത്. ഇനി അങ്ങോട്ട് മിക്സ് ആക്കല്ലേ അമ്മ? യെസ്. അച്ഛൻ എന്തോ നോക്കണ്ട്. എന്താണത്? വിനോനി സ്വന്തം വ്ളോഗ് നോക്കുകയാണ്. അതായത് ഇതുവരെ എടുത്ത വ്ളോഗൊക്കെ കിട്ടിയിക്കണോ, പെർഫെക്റ്റ് ആണോ, കൂടിപ്പോയൊക്കെ നോക്കുകയാണ്. അപ്ലോഡ് ചെയ്യാനുള്ള നാളെ തന്നെ. വിനോദിക്ക് ഒരു ചാനലുണ്ട്, വിനോദിനി CT 6651 അങ്ങനെ എന്തോ ഒരു പേജുണ്ട് കാര്യത്തില്. നമുക്ക് ലമ്മ അങ്ങനെ എന്തോ അല്ലേ അമ്മന്റെ പേര്? യൂട്യൂബിലത്തെ പേരെന്താ? വിനോദിനി 6651. ഇനി ഇന്നലെ കമന്റ് ചെയ്തപ്പോ ഞാൻ ആ പേര് കാണുന്നത്. വിനോദിനി 6651 അങ്ങനെ എന്തോന്നാണ്. അമ്മേനെ കിട്ടിയില്ല എന്ന് വെച്ചാല് അടിയില് ഒന്നും കൂടി അമ്മ കമന്റ് ചെയ്യൂ ഈ വ്ളോഗിന്. അപ്പോ ഈ അക്കൗണ്ട് അതാ. അയ്യോ, അതിപ്പോ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് നിക്കണ സമയത്ത് നമ്മള് ഉപ്പ് നോക്കാറിട്ട് അടിപൊളി അത് കഴുകി തിന്നുന്ന ഉപ്പില്ല. അപ്പൊ നമ്മൾ ഉപ്പിടണം. കുറച്ച് ഉപ്പ് ഇടന്നെടുക്കുന്നു. ഇപ്പൊ നമ്മൾ തിരുതുരാന്ന് ബെതറിക്കൊണ്ട്. യെസ്. അപ്പൊ നമ്മളെ സംഭവ ബഹുലമായിട്ടുള്ള എപ്പിസോഡാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒന്നില്ല, എന്തോ ആവുന്നൊക്കെയാണ് പറയുന്നത്. ഉപ്പിട്ടോ? അപ്പൊ ഉപ്പിട്ട് ഇനിയിപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ഇനിയിപ്പൊ ഇത് കഴിക്കണം. അടുത്തായിട്ട് നമ്മൾ ചീസ് ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെതറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേരെന്താ? മൊസറല്ല ചീസാണോ? ഇത് വേറെ ചീസാണ്. ഇത് പെട്രീഷ്യ ചീസ്. പേര് മെന്റലോ, എമൻറ്റൽ ഫ്രാൻസിസ് പാപ്പേ റാപ്പേ. മൈ ഗോഡ്, ഞാൻ ബ്ലോഗ് എടുത്തു തോന്നിട്ടോ, മടുത്തിക്കണെന്ന് തോന്നുന്നു. ആദ്യത്തെ ബ്ലോഗിന്റെ ടയേർഡാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണത്. ഇത് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് 2 ബണ്ണെടുത്തിട്ട് മുകളിൽ വെച്ചിക്കണ്. അടുത്തതായി കോണ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതും ഇതിൻ്റെ അകത്ത് ഇട്ടാണ്. ഇത് പൊത്തി വെച്ചിട്ടാൽ എനിക്ക് കാണൂല. കോണ മൊത്തത്തിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് ഇത് നമുക്ക് നാളെ വയറുവേദനാവോ?
ചേച്ചീന്റെ ഡിഷ് എന്ന് പറഞ്ഞാല് അത് അളിയാനൊന്നും വെറുതെ ഒരു പ്രശ്നം കിട്ടിയില്ല എന്നാണ് കേട്ടത്. അതുകൊണ്ട് നമ്മള് വിശ്വസിച്ച് നോക്കണം. ഹെൽത്തി ആണെന്നാണ് ചേച്ചി പറയുന്നത്. നോക്കാം നമുക്ക്. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം വിനോദ ബ്ലോഗർ ഡ്രസ്സൊക്കെ മാറ്റി എന്താ മുടിയൊക്കെ റെഡിയാക്കി. ആ അപ്പൊ അങ്ങനെ നമ്മള് ബ്രെഡ് ഉണ്ട്, നമുക്ക് ഇതിന്റെ മുകളിൽ എന്തൊക്കെയോ വെള്ള സാധനമൊക്കെ ഇതെന്താക്കി ചെയ്യും. ബ്രെഡ് ഉണ്ട്, പിന്നെ നമുക്ക് ഇതെന്താ മറ്റേ എന്തിനു ഐസ്ബർഗ് ഉണ്ട്, പുട്ടുണ്ട്, നമ്മുടെ നാടൻ പുട്ട് വിത്ത് ക്യാരറ്റ് തേങ്ങ പകരം വെച്ചത്. പിന്നെ നമ്മുടെ മെയിൻ ഡിഷ് അത് ആയിക്കൊണ്ട് അത് ആയില്ല ചാ ആയിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ സ്റ്റൗവ്. ഇതിൻ്റെ നമുക്ക് എന്താ സ്പെഷ്യാലിറ്റി വെച്ചാൽ ഇതിൽ തീ വരില്ല. ഓക്കെ അപ്പൊ നമ്മള് സാധനം അടിക്കി അതാണ് നമുക്ക് വേണ്ടതാണ്. ഗൈസ് നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് അത് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഇപ്പോഴുള്ള ഇത് കാണാം. ഓപ്പൺ ആക്കി. എന്താ ഉണ്ട് ഗൈസ്. ഇത് പാസ്തയാണോ ചോദിച്ചാൽ പാസ്തയല്ല. ഇത് ചിക്കൻ കറിയാണോ ചോദിച്ചാൽ ചിക്കൻ കറി അല്ല. ഇത് സലാഡാണോ ചോദിച്ചാൽ സലാഡല്ല. നമുക്ക് എല്ലാം കൂടിയിട്ടുള്ളൊരു സംഭവമാണെന്നാണ് ചേച്ചിയുടെ വാദം. വ്ളോഗർ ആദ്യമേ കയറി ഇവിടെ സ്ഥലം എടുത്ത് ഇരുന്നിക്കണ്. വ്ളോഗർ ഇതാ ഫോണൊക്കെ എടുത്ത് വെച്ച് പള്ളക്ക് പൈച്ചാ പിന്നെ വ്ളോഗിങ്ങും ഇല്ല, ഒരു പരിപാടിയും ഇല്ല. കഴിക്കാന്ന് ഫുഡ് ബ്ലോഗർ ആണെന്നാണ് വിനു പറയുന്നത്. ഫുഡ് ബ്ലോഗർ അല്ലേ? ഫുഡ് ബ്ലോഗർ വ്ളോഗ് ശരിയാവുന്നില്ലല്ലേ? എന്താ മെമ്മറി ഫുള്ളായോ? എന്താ പറ്റാത്ത എന്താ പ്രശ്നം? എന്താ പറയും? വിശക്കുമ്പോ അങ്ങോട്ട് പോകുന്നത് പറഞ്ഞു. ഹേമാജി ഇതൊക്കെ പരിപാടിയിലാണ്. കുത്തിളക്കണ്ട. ഓക്കെ നമ്മളെ ഡിഷ് ഇതാ റെഡി ആയിട്ടുണ്ട് ഗൈസ്. കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ തിന്നാൻ അടിപൊളിയാണെന്നാണ് ചേച്ചിന്റെ ഒരു ഇത് അല്ലേ? വിനോദ കാത്ത് ആദ്യം അങ്ങോട്ട് കൊടുത്തോ. ആദ്യം ഗണപതിക്ക് കൊടുത്തിട്ടാവാൻ ബാക്കി. ഓക്കെ നമ്മൾ ഇന്നത്തെ ഡിഷ് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ഇവിടെ ചേച്ചിന്റെ റൂമിൽ എത്തിയതിനു ശേഷം നമ്മൾ ഫുൾ നാച്ചുറൽ ആയിട്ടുള്ള കേരള ഫുഡാണ് ഇപ്പൊ കഴിച്ചോണ്ടിരുന്നത്. ചോറ്, പച്ചക്കറി, എന്തൊക്കെ നമ്മൾ കഴിക്കലമ്മേ? കോഴിമുട്ട പൊരിച്ചത്, പരിപ്പ് കറി, അങ്ങനത്തെ ഒക്കെയാണ്. ഇന്നാണ് നമ്മളൊരു ഫ്രഞ്ച് വിഭവം പരിചയപ്പെടുന്നത് അല്ലേ അമ്മ? നൈഫ് ഒന്ന് മാറ്റി വെച്ചാ കയ്യോണ്ട് തിന്നാണോ അമ്മ? ഈ സ്പൂൺ എടുക്കാമോ? എല്ലാരും ഇരുന്നത് ടേബിൾ മാനേഴ്സ് ഇല്ല. അത് വിശന്നാലേ ഒരു മാനേഴ്സും ഇല്ല. ഇങ്ങനെ ഇത് റെഡിയായി ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ ചീസിന്റെ ഒരു വലിച്ചിലാണ് നമ്മൾ കാണുന്നത് ഗൈസ്. കണ്ടോ വലിഞ്ഞു വരുന്ന ചീസ്. അമ്മൂന് നീട്ടായിരുന്ന പ്ലേറ്റ് പിഞ്ചതാണോ? ഒരു പീസ് മതിട്ടാമോ? ഒരു പീസ് മതി. ചീസ് കുറച്ച് പാസ്ത പോലത്തെ സംഭവങ്ങളൊക്കെ ആക്കി വേണമെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. തിന്നോ കേട്ടോ, എന്നിട്ട് നോക്കാൻ ബാക്കി. കാണാനും ഇപ്പൊ ഒരു ഇതിന്റെ അകത്ത് ഇങ്ങനെ വരുന്ന സമയത്തൊരു ഞാനല്ലേ കൈകൊണ്ട് നിന്നിട്ട് തരണേ. അമ്മ പറയും അപ്പൊ തിന്ന ഒരു വിഷമിപ്പിക്കാണല്ലോ വിനുവിനെ. ഓരോരുത്തർക്ക് ഇത് വിളമ്പി കഴിഞ്ഞിട്ട് തിന്നുന്ന ദൃശ്യങ്ങൾ അതിന് ശേഷം കാണിക്കാം ഗൈസ്. ഇത് നടക്കില്ല. അമ്മ പണിങ്ങീന്. വെള്ളം എങ്ങനെ എടുത്തോളൂ. ഇനി ടേസ്റ്റ് ചെയ്യുന്ന ചടങ്ങാണ് അടുത്തത്. ആദ്യം തന്നെ നമ്മളെ അച്ഛനൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്.
സത്യസന്ധമായിട്ടുള്ള മറുപടി മാത്രമേ. കൈയോണ്ട് നിന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ. കൈയോട് തിന്നാൻ പാടില്ലാറില്ലേ? ശാപം കിട്ടും. ആ അച്ഛൻ ശാപം കിട്ടും. ആയ തന്നെ ഉരുളക്കയും കാണാൻ അച്ഛൻ കടിച്ച്. ആ എന്താ അവസ്ഥ അച്ഛാ? അച്ഛന്റെ മുഖത്തൊരു വാട്ടാണ് കാണുന്ന നമ്മള്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ലോക്കൽസിനൊക്കെ അമ്മോ നന്നായിട്ട് അട്ട മോളെ. ഇനി അമ്മ കഴിച്ചിട്ട് പറയും. സ്വന്തം അഭിപ്രായം പറയുന്ന ഒരു മോശമാണില്ലേ? ആ അമ്മും പറഞ്ഞു. കൈകൊണ്ട് തിന്നണമെന്ന് പറഞ്ഞ് ഇടങ്ങാറാക്കുന്ന വിനോനി വ്ളോഗ് നിർത്തണം എന്നാ പറയുന്നത്. എന്നാലേ കൈകൊണ്ട് ഇന്നേ പറ്റുള്ളൂ. ഇത്ര എന്തൊക്കെയാണ് എടാ, അത് മുറിക്കട ഫുള്ളായിട്ട് കത്തി വെച്ചങ്ങോട്ട് മുറുക്കി. വലത്ത് കൈ പിടിക്കി കത്തി. അതാണ് ഞാൻ ഇടത്തെ ഞാൻ പിടിച്ചിട്ട് എനിക്ക് കിട്ടില്ല. ഫോർക്കാണ് മമ്മി ഇതിങ്ങനെ തിന്നാലേ അതിന്റെ ഒരു ഇത് വരുള്ളൂ. പതിയെ തിന്നാൽ സമയമുണ്ട്. രാത്രി രാവിലെ ഒരു സമയമുണ്ട്. അല്ലാണോ? വെറൈറ്റി ടേസ്റ്റ് അല്ലേ? ശരിക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അമ്മ. ഞാൻ വിചാരിച്ചു കണ്ടപ്പോ വലിയ ടേസ്റ്റ് ഉണ്ടാകാം. കൊള്ളാം ചേച്ചി, അടിപൊളി. നമ്മള് വ്ളോഗ് നിർത്താണ്. എല്ലാരും അച്ഛനൊക്കെ അപ്പൊ നമ്മളെ വ്ളോഗ് എടുത്താണ്. ഇല്ലെങ്കിൽ അമ്മക്ക് കൈ കൊണ്ട് തിന്നാൻ പറ്റൂല. അപ്പൊ നമ്മള് വ്ളോഗ് എടുത്താണ്. എല്ലാവരും ഇതാക്കിയാ നമ്മള് ഇനി എല്ലാവരും കഴിച്ചോളിട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കാം. ആ ശരി, ഗുഡ് നൈറ്റ്. ബൈ പറ. ഗുഡ് നൈറ്റ്. ബൈ പറമ്മ. അമ്മ ദാ സ്പോട്ട് ബൈ.